ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദിയിൽ സകലത്തെയും സൃഷ്ടിച്ച സർവവല്ലഭനായ ക്രിസ്തയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എഡിഫൈങ് തോട്ട്സിൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ഉൽപ്പത്തിയിലെ ഉറവകൾ, സ്പ്രിങ്സ് ഓഫ് ജനസിസ്, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഒരു വചന പഠന പരമ്പരയുടെ 15ാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചിന്താവിഷയം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ ഏറ്റവും ആകർഷിക്കുന്ന, പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് വിഷമമുള്ളതായിരിക്കുന്ന ഒരു വിഷയമാണ് 6-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കാര്യം. 1-2 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ ഭൂമിയിൽ പെരുകിത്തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരും. പലർക്കും മനസ്സിലാക്കുവാനായിട്ട് വളരെ വിഷമമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെതായിരിക്കുന്ന നടത്തിപ്പോടുകൂടെ ദൈവവചന പ്രകാരം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രത്യേകമായിരിക്കുന്ന വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യത്തിൻ്റെ അർത്ഥം എന്താണ്, അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് അനുഭവം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും എന്നുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാർ എന്നുള്ളതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അനേക വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതിൽ പരമപ്രധാനമായിരിക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിരിക്കുന്ന 3 വ്യാഖ്യാനങ്ങൾ. ഒന്ന്, ഒരു കൂട്ടർ പറയുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ശേത്തിൽ നിന്ന് ജനിച്ച ദൈവഭയമുള്ള സന്തതി. മനുഷ്യരുടെ പുത്രിമാർ എന്ന് പറഞ്ഞാൽ കയീനിൽ നിന്ന് ജനിച്ച ദൈവഭയമില്ലാത്തതായിരിക്കുന്ന സന്തതി. രണ്ടാമത്തെ വ്യാഖ്യാനം, ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നു പറഞ്ഞാൽ ഫോളൻ ഏഞ്ചൽസ്, അല്ലെങ്കിൽ വീണുപോയ ദൂതന്മാർ, പാപം ചെയ്ത ദൂതന്മാർ. മനുഷ്യരുടെ പുത്രിമാർ മനുഷ്യരുടെ പുത്രിമാർ തന്നെ. മൂന്നാമത്തെ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വ്യാഖ്യാനം, ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ദൈവ ദൂതന്മാർ, വീണുപോയ ദൂതന്മാരല്ല, ദൈവത്തിൻ്റെതായിരിക്കുന്ന ദൂതന്മാരും. മനുഷ്യരുടെ പുത്രിമാർ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതായിരിക്കുന്ന സ്ത്രീകളും. അങ്ങനെ 3 പ്രധാനമായിരിക്കുന്ന വ്യാഖ്യാനങ്ങളാണ് ഇതിനോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പഠന ക്ലാസ്സിലൂടെ ദൈവവചനപ്രകാരം നമുക്ക് ഇതിൻ്റെതായിരിക്കുന്ന അർത്ഥം, പ്രായോഗിക വശങ്ങൾ എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ചിന്തിക്കുവാനായിട്ട് നാം പോകുകയാണ്. ഒന്നാമത്തെ ചിന്ത, നമുക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, ഇത് എഴുതിയിരിക്കുന്നതായിരിക്കുന്ന 6-ാം അധ്യായത്തിലേതായിരിക്കുന്ന വാക്യങ്ങൾ
അതിൻ്റെ പശ്ചാത്തലം, ഏത് പശ്ചാത്തലത്തിലാണ് ഈ പ്രത്യേകമായിരിക്കുന്ന ടേം അല്ലെങ്കിൽ ഈ പ്രത്യേകമായിരിക്കുന്ന പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ സത്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. നോക്കുക, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യൻ എന്നുള്ളതായിരിക്കുന്ന പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-ാം വാക്യത്തിൽ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരുടെ പുത്രിമാർ. 3-ാം വാക്യത്തിൽ വരുമ്പോൾ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. വീണ്ടും മനുഷ്യൻ. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരുടെ പുത്രിമാർ. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത. 6-ാം വാക്യത്തിൽ നോക്കുക, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു. 7-ാം വാക്യത്തിലേക്ക് നോക്കുക, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ച് കളയും. 7 വാക്യങ്ങളിലും മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യർ, മനുഷ്യരുടെ എന്നുള്ളതായിരിക്കുന്ന പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ആദ്യമായിട്ട് എഴുതിയതായിരിക്കുന്ന, ഇതിൻ്റെ ഒറിജിനൽ ഭാഷയായിരിക്കുന്ന എബ്രായ ഭാഷയിൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കുന്ന മനുഷ്യൻ എന്നുള്ളതായിരിക്കുന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കുന്ന പദം എന്നുള്ളത് ആദാം എന്നുള്ളതായിരിക്കുന്ന പദമാണ്. നമുക്കറിയാം, ആദാം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മനുഷ്യനാണ്. അതേ പദം തന്നെയാണ് ഇവിടെ മനുഷ്യൻ എന്നുള്ളതായിരിക്കുന്ന പദത്തിന് 7 വാക്യങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നു. നോക്കിയാട്ടെ, 1-ാം വാക്യത്തിൽ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. ഇപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കയീന്റെ സന്തതി മാത്രമാണ് എന്ന് ചിന്തിച്ചാൽ ഈ പശ്ചാത്തലം തെറ്റായി പോകും. ഇവിടെ പറയുന്നത് മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. പിന്നെ നോക്കുക, 3-ാം വാക്യത്തിൽ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരായ മനുഷ്യരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന മനുഷ്യർ. വീണ്ടും കടന്നു വരിക 5-ാം വാക്യത്തിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയത്. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് വളരെ ക്ലിയർ ആണ്, വ്യക്തമാണ്. ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നശിപ്പിച്ചു കളയും. 7-ാം വാക്യം നോക്കിയേ, ഇവിടെ എല്ലാം മനുഷ്യൻ എന്നുള്ള പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും അതേ പദപ്രയോഗമാണ് ദൈവദാസനായിരിക്കുന്ന മോശെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദാം അല്ലെങ്കിൽ ഹ അദാമ, മനുഷ്യൻ എന്നുള്ളതായിരിക്കുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ഇവിടെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതെല്ലാ മനുഷ്യരെയുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേവലം ശേത്തിന്റെ സന്തതിയെ മാത്രമാകുവാനായിട്ട് ഈ പശ്ചാത്തല പ്രകാരം 6-ാം അധ്യായത്തിൻ്റെതായിരിക്കുന്ന കോണ്ടെക്സ്റ്റ് പ്രകാരം അത് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കുകയില്ല. 2-ാമത്തെ കുറിപ്പ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന 2-ാമത്തെ പദപ്രയോഗം. ആദ്യത്തെ പദപ്രയോഗം നാം കണ്ടു, മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യരുടെ പുത്രിമാർ. 2-ാമത്തെ പദപ്രയോഗം നോക്കുക, ദൈവത്തിന്റെ പുത്രന്മാർ. 2-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും 2 പ്രാവശ്യം അത് പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ പുത്രന്മാർ. ഇവിടെ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്നുള്ളത് ബനെ ഹാ എലോഹിം. സ്ക്രീനിൽ നിങ്ങൾക്കത് കാണുവാനായിട്ട് കഴിയും. ഇവിടെ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബനെ ഹാ എലോഹിം. ബനെ എന്ന് പറഞ്ഞാൽ പുത്രന്മാർ, ബൻ എന്ന് പറഞ്ഞാൽ പുത്രൻ, ബനെ പുത്രന്മാർ. എലോഹിം നമുക്കറിയാം, ദൈവത്തിന്റെ പുത്രന്മാർ. ഈ പ്രത്യേകമായിരിക്കുന്ന പദപ്രയോഗം എബ്രായ പഴയ നിയമത്തിൽ കേവലം 5 പ്രാവശ്യം മാത്രം
മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ പ്രത്യേകമായിരിക്കുന്ന പദപ്രയോഗം 5 പ്രാവശ്യം മാത്രമാണ് എബ്രായ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം ഈ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുകയാണ്. വീണ്ടും അത് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് യോബിന്റെ പുസ്തകത്തിലാണ്. 3 പ്രാവശ്യം യോബിന്റെ പുസ്തകത്തിൽ ഇതേ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുകയാണ്. 1-ാം അധ്യായം 6-ാം വാക്യം, 2-ാം അധ്യായം 1-ാം വാക്യം, 38-ാം അധ്യായം 7-ാം വാക്യം ഇംഗ്ലീഷിൽ, 6-ാം വാക്യം മലയാളത്തിൽ. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം നോക്കുക. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. ദൈവപുത്രന്മാര് ആരാണ് ഈ ദൈവപുത്രന്മാർ? അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവവചനം അറിയുന്നതായിരിക്കുന്ന, പഠിക്കുന്നതായിരിക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞാൽ ദൂതന്മാരെ കുറിച്ചാണ്, നല്ല ദൂതന്മാരെ കുറിച്ചാണ്, വീണുപോയ ദൂതന്മാരെ കുറിച്ചല്ല. സാത്താനെയോ അവന്റെ കൂടെ വീണുപോയ ദൂതന്മാരെ കുറിച്ചല്ല, മറിച്ച് നല്ല ദൂതന്മാർ, സേവകന്മാരായിരിക്കുന്ന ദൂതന്മാർ. 2-ാം അധ്യായം 1-ാം വാക്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. 38-ാം അധ്യായം 6-ാം വാക്യത്തിലും സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. അവിടെ 38-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവപുത്രന്മാര് ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അവർ സന്തോഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവപുത്രന്മാർ ഉണ്ടായിരുന്നു, അവർ സന്തോഷിക്കുകയായിരുന്നു. നോക്കുക, വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഈ ബെനെ എലോഹിം എന്നുള്ളതായിരിക്കുന്ന പദം 5 പ്രാവശ്യം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 പ്രാവശ്യം യോബിന്റെ പുസ്തകത്തിൽ, 2 പ്രാവശ്യം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ. ഈ 2 പുസ്തകങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇത് രണ്ടുമാണ് ബൈബിളിലെ ആദ്യത്തെ 2 പുസ്തകങ്ങൾ. ബൈബിളിലെ ആദ്യത്തെ 2 പുസ്തകങ്ങളിൽ മാത്രമാണ് ഈ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. അത് 2 പുസ്തകവും എഴുതിയിരിക്കുന്നത് മോശെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വളരെ പ്രൂഫ്സ് ഉണ്ട്. അതിനുള്ളതായിരിക്കുന്ന വ്യാഖ്യാനങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുവാനായിട്ട് നമുക്ക് തരമില്ല. ഇനി 3-ാമത്തേതായിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കുറിപ്പിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരും തമ്മിൽ വിവാഹം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായതായിരിക്കുന്ന മക്കളെ നോക്കുക. 4-ാം വാക്യത്തിൽ അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. വീരന്മാർ, മലയാളത്തിൽ കുറച്ച് നല്ല പദപ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഒറിജിനൽ ഭാഷയിൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കുന്ന പദം നെഫിലിംസ്. അതാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, നെഫിലിംസ്. നെഫിലിംസ് എന്ന് പറഞ്ഞാൽ ജയൻസ്. കേവലം മനുഷ്യന്മാരല്ല, ജയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ, വളരെ വീരന്മാരായിരിക്കുന്ന, നമുക്ക് പറയാം സൂപ്പർ ഹ്യൂമൻസ് എന്നൊക്കെ പറയാം. മനുഷ്യരെക്കാട്ടിലും വളരെ ശക്തിയുള്ളതായിരിക്കുന്ന വ്യക്തികൾ. അതാണ് ദൈവത്തിന്റെ പുത്രന്മാര് മനുഷ്യരുടെ പുത്രിമാരുമായി വിവാഹം ചെയ്തപ്പോൾ ഉണ്ടായ മക്കൾ. നോക്കുക, ശേത്തിന്റെ മക്കൾ കയീന്റെ പുത്രിമാരെ വിവാഹം ചെയ്തവരാണ്. അല്ലെങ്കിൽ ഭക്തിയുള്ള പുരുഷന്മാർ അഭക്തിയുള്ള സ്ത്രീകളെ വിവാഹം ചെയ്തപ്പോഴാണ് ഇങ്ങനെ സന്തതി ഉണ്ടായതെങ്കിൽ 4-ാം വാക്യം ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആ കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു, അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാർ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ആ കാലത്തും ഉണ്ടായിരുന്നു,
അതിന്റെ ശേഷവും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ വിവാഹം ചെയ്തപ്പോൾ ആ കാലത്ത് മല്ലന്മാർ ഉണ്ടായിരുന്നു, അതിന്റെ ശേഷവും മല്ലന്മാർ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ഈ പ്രത്യേകമായിരിക്കുന്ന വിവാഹം നോഹയുടെ കാലത്തും സംഭവിച്ചു എന്നാണ് മോശ എഴുതിയിരിക്കുന്നത്, അതിനുശേഷവും സംഭവിച്ചു എന്നാണ് മോശ എഴുതിയിരിക്കുന്നത്. പറഞ്ഞാൽ എപ്പോഴൊക്കെ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ വിവാഹം കഴിച്ചോ അപ്പോഴൊക്കെ മല്ലന്മാര് ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നാണ് ദൈവദാസനായിരിക്കുന്ന മോശെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അനേക ദൈവത്തിന്റെ മക്കൾ ജാതികളായിരിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. എഴുതിയ മോശ തന്നെ വിവാഹം കഴിച്ചത് സിപ്പോറ എന്ന് പറയുന്ന ജാതീയ സ്ത്രീയാണ്, കൂശ്യ സ്ത്രീയാണ്. മോശയുടെ മക്കൾ മല്ലന്മാരായിട്ട് എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതായിരിക്കുന്ന സാരം എന്ന് പറയുന്നത്, ശേത്ത് എന്ന് പറയുന്നതായിരിക്കുന്ന ദൈവഭക്തന്റെ മക്കൾ സന്തതി കയീന്റെ ദുഷ്ടതലമുറയെ വിവാഹം കഴിച്ചിട്ടാണ് മല്ലന്മാർ ഉണ്ടായതെന്ന് പഠിപ്പിക്കുന്നതായിരിക്കുന്ന പഠനത്തിന് വിരോധമായിട്ട് അത് തെറ്റാണ് എന്ന് സമർത്ഥിക്കുവാനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഈ 3 കുറിപ്പുകൾ വളരെ പ്രധാനമുള്ളതാണ്. ഒന്ന്, അതിൻ്റെ പശ്ചാത്തലം. എല്ലാ വാക്യങ്ങളിലും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, അതെല്ലാവരെയും കുറിക്കുന്നു. രണ്ടാമതായി നാം ചിന്തിച്ചത്, ആ പ്രത്യേകമായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാർ, ബെൻ എലോഹിം 5 പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും, അതിൽ 3 സ്ഥലങ്ങളിൽ അത് ദൈവദൂതന്മാർ, വീണു പോകാത്ത നല്ല ദൈവദൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, അവരുടേതായിരിക്കുന്ന മക്കൾ അത് മല്ലന്മാരായിരുന്നു. ഇതിൻ്റെതായിരിക്കുന്ന ശരിയായിരിക്കുന്ന രൂപം മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവം സഹായിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ആ വിവരണം തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നാം ഈ കാര്യം മനസ്സിലാക്കിയപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ദൂതന്മാര് ഈ മനുഷ്യ പുത്രിമാരെ വിവാഹം കഴിക്കുവാനായിട്ടിടയായി തീർന്നത്? ദൈവം അവരെ മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിലേക്ക് ഓരോ ഉദ്ദേശത്തിനായി അയച്ചപ്പോൾ സാത്താൻ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ദൈവത്തിന് വിരോധമായി പാപം ചെയ്യിക്കുവാനായിട്ട് ഉപയോഗിക്കുകയാണ്. സാത്താന്റെ ആഗ്രഹം എന്നുള്ളത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അത് തകർത്തു കളയണം. സന്തതികളെ മുഴുവൻ മല്ലന്മാരാക്കി തീർക്കുവാൻ സാത്താൻ ഇവിടെ തന്റെ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ്. യഹോവ പറഞ്ഞു, ഞാൻ മനുഷ്യനെ ഭൂമിയിൽ നീക്കിക്കളയും. പ്രിയമുള്ളവരെ, സാത്താൻ നമ്മെ ഉപയോഗിക്കാതെ, ദൈവത്തിന്റെ തന്ത്രങ്ങളെ തകർത്തു കളയാൻ ഇടയാക്കാതെ ദൈവനാമ മഹത്വത്തിനായി നിലനിൽക്കാം. ദൈവം നമ്മെ ഈ ചിന്തകളാൽ സഹായിക്കുമാറാകട്ടെ. കൈവിടലെന്നെയൻ കർത്താവേ, നീ കൈവിട്ടാൽ പിന്നെയൊന്നാശ്രയിപ്പാൻ വേറെ ആരുമില്ലൂഴിയിൽ. കർത്താവേ, എനിക്കാരുമില്ലൂഴിയിൽ. കർത്താവേ, കൈവിടലെന്നെയൻ കർത്താവേ, നീ കൈവിട്ടാൽ പിന്നെയൊന്നാശ്രയിപ്പാൻ വേറെ ആരുമില്ലൂഴിയിൽ. കർത്താവേ, എനിക്കാരുമില്ലൂഴിയിൽ. കർത്താവേ,
സ്വഭാവമം തെറ്റിദ്ധരിപ്പതീ മർത്യ സ്വഭാവം